നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പേരാമ്പ്ര മണ്ഡല കൺവെൻഷൻ പേരാമ്പ്ര അൽക്ക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. JRP സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സതീശൻ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ JRP അണികളെ ബോധവൽക്കരണം നടത്തി JRPയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തൊരുമിക്കാൻ വേണ്ടി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പേരാമ്പ്ര മണ്ഡലം കൺവെൻഷൻ പേരാമ്പ്ര അൽക്ക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. JRP ജനറൽ സെക്രട്ടറി MS സതീശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആ ജാതി സംഘടനകൾക്കപ്പുറം ജനാധിപത്യത്തിനകത്തേക്ക് കടക്കുവാൻ കഴിയുന്ന ഒരു ഇടം നിർമ്മിക്കുവാൻ നമുക്കറിയാം. കേരളത്തിൽ ജാതി സംഘടനകൾക്കപ്പുറം നിന്നുകൊണ്ട് രാഷ്ട്രീയ മൂവ്മെന്റുകൾക്ക് പ്രാധാന്യം നൽകി നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. ഏതാണ്ട് 30ഓളം വരുന്ന ദളിതാദിവാസി വിഭാഗങ്ങൾ നേതൃത്വം നൽകുന്ന ബഹുജൻ രാഷ്ട്രീയങ്ങളടക്കം 30ഓളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയ മൂവ്മെന്റുകൾക്കകത്ത് നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ മൂവ്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു 4ാം മുന്നണി രൂപീകരിക്കണമെന്ന നിലയിലുള്ള ചർച്ചകളും കേരളത്തിൽ സജീവമായിട്ടുണ്ട്. ഇത്രയേറെ രാഷ്ട്രീയ സംവിധാനങ്ങളും സാമുദായിക സംഘടനകളും വിവിധ കുട്ടികളുടെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് ഉയർത്തുന്ന ആശയം ഒന്നാണെങ്കിൽ പോലും ഏകീകരിച്ചുകൊണ്ട് ഒരു പൊതു മണ്ഡലത്തിൽ ഇടപെടാൻ കഴിയാത്ത വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു സമൂഹമായി ഇന്നും കേരളത്തിലെ ദളിതാദിവാസി വിഭാഗം മാറുന്നു. ഈ മാറ്റത്തെ നോക്കിക്കാണുന്ന ഏതൊരു പൗരനും സമാനമായി ചിന്തിക്കുന്ന അല്ലെ സമൂഹത്തിന്റെ പൊതു താല്പര്യം ഉയർത്തുവാൻ കഴിയുന്ന നമ്മളുടെ പൊതു രാഷ്ട്രീയ ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത ദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാബു നെല്ലിക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറെ 1930 1ാം വട്ടമേശ സമ്മേളനത്തിന് വിളിക്കുന്നത്. വട്ടമേശ സമ്മേളനം വട്ടത്തിരുന്നുള്ള സമ്മേളനമല്ല, മറിച്ച് ഇന്ത്യയിലെ നാട്ടുരാജ്യക്കന്മാരെ, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ ഹിന്ദു മഹാസഭയടക്കമുള്ള ആളുകളടക്കം വിളിക്കുകയാണ്. ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറെ ഐത്തയാധികാരുടെ നേതാവെന്ന നിലയിലാണ് അംബേദ്കറെ ക്ഷണിക്കുന്നത്. അങ്ങനെ 1930 ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ 16 ദിവസം കപ്പലിൽ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ എത്തുന്നത്. ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് വയ്യായിരുന്നു. എങ്കിലും 2 മാസം നീണ്ടു നിന്ന വലിയ പോരാട്ടങ്ങൾ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് റാംസേ മാക് ഡൊണാൾഡ് എന്നത് പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിരുന്നു. അംബേദ്കർ പറഞ്ഞവർ കൃത്യമായി എഴുതിയെടുത്തു, കാര്യങ്ങൾ മനസ്സിലായി, അതിനെയെല്ലാം കയറി വെട്ടിയിരുന്നു. നമുക്കറിയാം, ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവീയ. ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു മനുഷ്യനാണ് മദൻ മോഹൻ മാളവീയ. അദ്ദേഹമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഈ മഹാനായ ഈ ഇദ്ദേഹമാണ് മദൻ മോഹൻ മാളവീയ. അദ്ദേഹം ഒരിക്കൽ അംബേദ്കർ ടോക്കിൽ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ ജനാധിപത്യാവകാശ മനുഷ്യാവകാശങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇരിക്കണം, ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് ഐത്തവും മറ്റു കാര്യങ്ങൾ, അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പരിഹരിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഡോക്ടർ മദൻ മോഹൻ മാളവിയോട് പറയുന്നു, ഞാൻ താങ്കളോടല്ല സംസാരിക്കുന്നത്, ഐ ആം ടോക്കിംഗ് ടു ദ ചെയർ, ഞാൻ ചെയർമാനോടാണ് സംസാരിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടറി അച്യുതൻ പാലച്ചുവട് അംബേദ്കറും രാഷ്ട്രീയ പ്രസക്തിയും എന്ന വിഷയത്തിൽ വിശദീകരണം നടത്തി. സുമേഷ് ബാബു, വിൻസെന്റ് കോഴിക്കോട്, മനോജ് ആവള, നാരായണൻ ഉള്ളേരി, VT സുരേന്ദ്രൻ, ഷൈജേഷ് PK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചേനായി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബാബു അയ്യപ്പൻകണ്ടി നന്ദി പറഞ്ഞു. മണ്ഡലം ഭാരവാഹികളായി സുരേഷ് ചേനായിയെയും പ്രസിഡന്റായും ഇൻമേഷ് ചങ്ങരോത്ത് സെക്രട്ടറിയായും കുമാരൻ നൊച്ചാട് ട്രഷററായും തെരഞ്ഞെടുത്തു. പാട്ടക്കാലാവധി കഴിഞ്ഞ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.